യെസ്, അപ്പം വളരെയധികം എക്സൈറ്റോടെ നിൽക്കുന്ന ഒരു നിമിഷം തന്നെയാണിത് അല്ലേ? കാരണം കഴിഞ്ഞ ജൂലൈ 8-ാം തീയതിയാണ് നമ്മുടെ തിരുവല്ല വിജയ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നമ്മുടെ മെഡിക്കൽ വിക്ടറി ഡേ 2023 അരങ്ങേറിയത്. അതിൽ 10,000-കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് സാക്ഷ്യം വഹിച്ചത്. അതെ, ഇനി അടുത്തതായി നമ്മുടെ പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന്റെ സെക്കൻഡ് ഗ്രേറ്റസ്റ്റ് ഇവന്റ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് വിക്ടറി ഡേ ആണ്. എഞ്ചിനീയറിംഗ് വിക്ടറി ഡേ നടക്കാൻ പോകുന്നത് പാലാ സെന്റ് തോമസ് കോളേജിലെ സ്പോർട്സ് കോംപ്ലക്സ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. നമ്മുടെ സ്വന്തം പാലാ മണ്ണ്, നമ്മുടെ കോട്ടയം പാലായുടെ മണ്ണിൽ നെഞ്ചും വിരിച്ച് നിൽക്കുന്ന നമ്മുടെ സ്വന്തം സെന്റ് തോമസ് കോളേജിന്റെ ഒരു സ്പോർട്സ് കോംപ്ലക്സ് ആണ് ഇത്. ആ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നമ്മുടെ ഈ ഒരു മെഗാ ഇവന്റ് നടത്താൻ പോകുന്നത്. അതുപോലെ തന്നെ എല്ലാവരും ഓർമ്മയിൽ വെക്കുക, ജൂലൈ 16 ഞായറാഴ്ചയാണ് എഞ്ചിനീയറിംഗ് വിക്ടറി ഡേ. നമ്മുടെ വിശിഷ്ട അതിഥികളായിട്ട് എത്താൻ പോകുന്നത് പ്രധാനമായും 3 മന്ത്രിമാരാണ്. 3 MLA-മാരായ VN വാസവൻ സാറുണ്ട്, റോഷി അഗസ്റ്റിൻ സാറുണ്ട്, സജി ചെറിയാൻ സാറുണ്ട്. അതെ, അങ്ങനെ നമ്മുടെ ഈ എഞ്ചിനീയറിംഗ് വിക്ടറി ഡേക്ക് 5000-ഓളം ആളുകളാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നമ്മുടെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകളായ JEE മെയിൻ, JEE അഡ്വാൻസ്, ഐസർ, നൈസർ, കുസാറ്റ് പോലെയുള്ള എൻട്രൻസ് എക്സാമുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് എഞ്ചിനീയറിംഗ് വിക്ടറി ഡേ. സെന്റ് തോമസ് കോളേജ് എന്ന് പറയുന്നത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു കോളേജ് തന്നെയാണ്. പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിനോട് ഏറ്റവും ചേർന്നിരിക്കുന്ന ഒരു കോളേജും തന്നെയാണ് സെന്റ് തോമസ് കോളേജ് എന്ന് പറയുന്നത്. സെന്റ് തോമസ് കോളേജിന്റെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ഈ സ്പോർട്സ് കോംപ്ലക്സ് ഓഡിറ്റോറിയം എന്ന് പറയുന്നത്. ഇതിന് നിലവിൽ 2 മെയിൻ എൻട്രൻസുകളാണ് ഉള്ളത്, 2 കവാടങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ കോട്ടയം പാലാ റൂട്ടാണ് ഇതാ നിങ്ങൾ കാണുന്നത്. കോട്ടയം പാലാ റൂട്ടിൽ നിന്ന് നമ്മുടെ ബ്രില്യന്റിൽ നിന്ന് വരുമ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ കാണാൻ പോകുന്ന എൻട്രൻസ് ഇതാ ഇപ്പോൾ ഈ കാണുന്നതായിരിക്കും. ഈ എൻട്രൻസിൽ കൂടെയാണ്, അതായത് സെന്റ് തോമസ് കോളേജിന്റെ ഗ്രൗണ്ട് ഉണ്ട്, സ്പോർട്സ് ഗ്രൗണ്ട് ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. ആദ്യം തന്നെ ഈ റൈറ്റ് സൈഡിൽ അതിലൂടെ നേരെ പോകുമ്പോഴായിരിക്കും നമ്മുടെ ഈ സ്പോർട്സ് കോംപ്ലക്സിലേക്കുള്ള എൻട്രൻസ്. ആദ്യം ബ്രില്യന്റിൽ നിന്ന് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആദ്യം കാണാൻ സാധിക്കുന്ന ഒരു ഗേറ്റ് തന്നെയാണ്, ഒരു എൻട്രൻസ് തന്നെയാണ് ഇത്. അപ്പൊ ഇതാണ് നമ്മുടെ കോട്ടയം പാലാ റൂട്ട്. അപ്പം ഈ ഒരു റൂട്ടിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ സെന്റ് തോമസ് കോളേജിന്റെ സ്പോർട്സ് കോംപ്ലക്സ് ഓഡിറ്റോറിയം ചെയ്യുന്നത്. സുലഭമായിട്ട് ഈ വഴി കൂടെ പോകുന്നതാണ്, നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പാലാ സൈഡിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് കാണുന്ന എൻട്രൻസ്, നമ്മുടെ സ്പോർട്സ് കോംപ്ലക്സിലേക്കുള്ള എൻട്രൻസ് ഇതാണ്. നമ്മുടെ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിലേക്ക്. അതുപോലെ തന്നെ KSRTC ബസ് സ്റ്റാൻഡ് ആണെങ്കിൽ കൂടിയും ഇവിടെ നിന്ന് തികച്ചും ഒരു 3 കിലോമീറ്ററിന് ഉള്ളിൽ തന്നെയാണ് KSRTC ബസ് സ്റ്റാൻഡ്. നമ്മുടെ ഈ തൊടുപുഴ ആ ഒരു ഈരാറ്റുപേട്ട സൈഡിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കൊട്ടാരമറ്റം കഴിഞ്ഞ് ഒരു കിലോമീറ്റർ മാറിയാൽ നമ്മുടെ ഈ ഒരു സെന്റ് തോമസ് കോളേജ് കാണാൻ പറ്റും. അവിടുന്ന് ആ ഒരു കോട്ടയം ആ ഒരു ഈരാറ്റുപേട്ട സൈഡിൽ നിന്ന് വരുമ്പോൾ ഈ ഒരു എൻട്രൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇതായിരിക്കും നിങ്ങളുടെ സ്പോർട്സ് കോംപ്ലക്സ് ഓഡിറ്റോറിയത്തിലേക്കുള്ള എൻട്രൻസ്. നിങ്ങൾ ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അല്ലേ? അതെ, തീർച്ചയായും. ഓക്കെ, എഞ്ചിനീയറിംഗ് വിക്ടറി ഡേക്ക് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി, എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി ഇത് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. നമ്മുടെ ഈ വിജയികളായ വിദ്യാർത്ഥികളും അവരുടെ പേരൻസും എല്ലാവരും ഒന്നിച്ചു വരിക, നമ്മുടെ ഈ ഒരു ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അതുകൂടാതെ ഈ ഇവന്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കും പ്ലസ് എല്ലാം നമ്മുടെ പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലെ എല്ലാ വ്യൂവേഴ്സിനും വേണ്ടിയിട്ട് നമ്മളൊരു ലൈവ് സ്ട്രീം നടത്തുകയായിരിക്കും. ബ്രില്യന്റ് JEE മെയിൻ ആൻഡ് അഡ്വാൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കൂടെ ആയിരിക്കും ഈ ലൈവ് സ്ട്രീം. അങ്ങനെ നമ്മുടെ ഈ എഞ്ചിനീയറിംഗ് വിക്ടറി ഡേക്ക് ഒരുപാട് ദൂരത്തു നിന്നും, അതായത് കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നാണ് നമ്മുടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാവരും എത്താൻ പോകുന്നത് അല്ലെ സാർ? അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി നമ്മുടെ സ്പോർട്സ് കോംപ്ലക്സ് ഓഡിറ്റോറിയം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരും മറക്കരുത്, ജൂലൈ 16 ഞായറാഴ്ച എഞ്ചിനീയറിംഗ് വിക്ടറി ഡേ. അപ്പോൾ ഞങ്ങൾ റെഡിയാണ്, നിങ്ങളോ? എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.